ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയതിൻ്റെ ആഹ്ലാദത്തിനിടയിൽ ഉയരുന്ന ചില വലിയ ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് മനുഷ്യൻ ബഹിരാകാശത്ത് പോകുന്നത്? ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണുള്ളത്? വെറുതെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ? അതിനുവേണ്ടി മുടക്കുന്ന ആയിരക്കണക്കിന് കോടികളുണ്ടെങ്കിൽ എത്ര സാധാരണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയും? എത്ര പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിയും? എത്ര പേരുടെ പട്ടിണി മാറ്റാൻ സാധിക്കും? അമേരിക്കയെ പോലുള്ള സമ്പന്ന വികസിത രാഷ്ട്രങ്ങൾ കളിക്കുന്ന കളിയിലേക്ക് നാം എന്തിനെടുത്തു ചാടണം? ഇങ്ങനെ പോകുന്നു വാദങ്ങൾ. 41 വർഷത്തിന് ശേഷം ഒരു ഭാരതീയൻ ബഹിരാകാശത്തെത്തിയതിൻ്റെ സന്തോഷം പങ്കിടുന്നതിൻ്റെ ഒപ്പം ഈ ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്താലെന്താ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ ലാബിൽ മാഗ്നറ്റുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈക്കൽ ഫാരഡേക്ക് കടിച്ചു പിടിച്ച ചെമ്പ് കമ്പിയിൽ നിന്നും അസാധാരണമായ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കയ്യിലിരുന്ന മാഗ്നറ്റിൽ നിന്നും ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട വൈദ്യുതിയാണത് എന്ന് മനസ്സിലായത്. സുഹൃത്തുക്കളെ, അങ്ങനെയാണ് വൈദ്യുതി കണ്ടെത്തുന്നത്. ഇത് പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തെ പരിഹസിച്ചത്രേ. ഇതുകൊണ്ട് എന്തു പ്രയോജനം? ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടെത്തി ശനിയുടെ വലയങ്ങളെ നിരീക്ഷിച്ചപ്പോഴും, ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചപ്പോഴും, മാക്സ് പ്ലാങ്ക് ക്വാണ്ടം സിദ്ധാന്തത്തിന് വഴിമരുന്നിട്ടപ്പോഴും, ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചപ്പോഴുമെല്ലാം അനുകൂലിച്ചവരെക്കാൾ കൂടുതൽ എതിർക്കാനും പരിഹസിക്കാനുമായിരുന്നു ആളുണ്ടായിരുന്നത്. ഇവരെല്ലാം ശരിയാണ് എന്ന് അംഗീകരിക്കപ്പെടാൻ പതിറ്റാണ്ടുകളും പലപ്പോഴും നൂറ്റാണ്ടുകളും എടുത്തു. 1957 സ്പുട്നിക്കിൻ്റെ വിക്ഷേപണത്തോടെ സോവിയറ്റ് യൂണിയൻ ആധുനിക ബഹിരാകാശ യുഗത്തിന് തുടക്കമിട്ടപ്പോൾ അത് അമേരിക്കയുമായുള്ള ശാക്തിക മത്സരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെട്ടത്. വലിയ താമസമില്ലാതെ അമേരിക്കയും അതിൽ ചേർന്നപ്പോൾ പിന്നീടുള്ള ദശകങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ വെടിക്കെട്ടുകൾക്കാണ്. എങ്ങനെയും സോവിയറ്റ് യൂണിയൻ്റെ മുന്നിലെത്തുക എന്ന അമേരിക്കയുടെ വാശിയിൽ നിന്നും മാത്രമാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ അപ്പോളോ പദ്ധതി നടന്നത്. അമേരിക്ക ചന്ദ്രനിലേക്ക് ആളെ അയച്ചു എന്നത് വിമർശിക്കുന്നവർ എന്നും ഉയർത്തുന്ന ഒരു പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അന്ന് 50 വർഷം മുൻപ് അന്നത്തെ ടെക്നോളജി വെച്ച് ചന്ദ്രനിലേക്ക് ആളെ അയച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അയച്ചില്ല? അന്ന് ആ ടെക്നോളജികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തിനിത്ര കഷ്ടപ്പെടുന്നു? നോക്കൂ, അന്ന് വെറും വാശിപ്പുറത്ത് പരസ്പരം ജയിക്കാൻ വേണ്ടി മാത്രം നടത്തിയ പദ്ധതിയായിരുന്നു അത്. അതിനൊരു വലിയ ഫണ്ട് അനുവദിച്ചിരുന്നു. മത്സരത്തിൽ അമേരിക്ക ജയിച്ചു, ഫണ്ട് തീർന്നു, പരിപാടി നിർത്തി. ആ മത്സരത്തിൽ സോവിയറ്റ് യൂണിയൻ തോറ്റു, അവരും കീഴടങ്ങി. മത്സരത്തിനപ്പുറം ചന്ദ്രൻ്റെ സാധ്യതകൾ ഭാവി തലമുറയ്ക്കും മനുഷ്യരാശിക്കും ഗുണകരമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം ആ പദ്ധതികൾക്കുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് തുടരുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയി വരുന്നത് പോലെ ചന്ദ്രനിൽ പോയി വരുന്ന അവസ്ഥയിലേക്ക് വളരുകയും ചെയ്യുമായിരുന്നു. എന്തെങ്കിലും മിലിറ്ററി താൽപ്പര്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഇരു വൻശക്തികളും ചാന്ദ്ര പദ്ധതികൾ തുടർന്നേനെ. മറ്റ് ബഹിരാകാശ പദ്ധതികൾ തുടർന്നതിൻ്റെ പ്രധാന കാരണം സൈനിക താൽപ്പര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോളോ പദ്ധതികൾക്ക് വേണ്ടിയാണ് ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചത്. കമ്പ്യൂട്ടർ, കമ്മ്യൂണിക്കേഷൻ സാങ്കേതികവിദ്യ എല്ലാം പല മടങ്ങ് വികസിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ്. പേടകം നിർമ്മിച്ച മെറ്റലർജി പിന്നീട് അമേരിക്കൻ വ്യവസായങ്ങളുടെ നട്ടെല്ലായി മാറി. അപ്പോളോ പദ്ധതികളിൽ നിന്ന് കിട്ടിയ വിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അധികം വളർന്ന മറ്റൊരു മേഖല മെഡിക്കൽ സയൻസാണ്. ദീർഘസമയം ബഹിരാകാശത്തേക്ക് കഴിയേണ്ടി വരുമ്പോൾ അവർ കഴിക്കേണ്ട ഭക്ഷണം, അത് ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അത് അളക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ, ഇവയെല്ലാം പിന്നീട് ഏറ്റവും അധികം ഉപകാരപ്പെട്ടത് പറഞ്ഞതുപോലെ മെഡിക്കൽ സയൻസിനാണ്. അമേരിക്കയെ ഒരു ടെക്നോളജിക്കൽ ജയൻ്റ് ആക്കിയതിൻ്റെ പിന്നിൽ അപ്പോളോ പദ്ധതികൾക്ക് വലിയ പങ്കുണ്ട്. ഇത് അമേരിക്ക തന്നെ തിരിച്ചറിഞ്ഞത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്.
ഇപ്പോൾ 50 വർഷങ്ങൾക്ക് ശേഷം പദ്ധതി പുനരാരംഭിക്കുമ്പോൾ എല്ലാം അവർക്ക് പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്നു. അന്നത്തെ ടെക്നോളജികൾ ഇന്ന് പ്രാവർത്തികമല്ല. ആ പദ്ധതി തുടർന്നിരുന്നുവെങ്കിൽ തീർച്ചയായും കാലത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റുകൾ വരുമായിരുന്നു. അമേരിക്ക ചാന്ദ്ര പദ്ധതികൾ നിർത്താൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ ഏറ്റവും ദുഃഖിക്കുന്നത് അവർ തന്നെയാണ്. 2 കൊല്ലത്തിലൊരിക്കൽ എന്ന ക്രമത്തിലെങ്കിലും അവരത് തുടർന്നിരുന്നു എങ്കിൽ റഷ്യയും പിൻവാങ്ങില്ലായിരുന്നു. അങ്ങനെ മറ്റൊരു മത്സരത്തിലൂടെ ബഹിരാകാശ മേഖലയും ടെക്നോളജികളും എല്ലാം ഇപ്പോഴുള്ളതിൻ്റെ 10 മടങ്ങ് വളരുമായിരുന്നു. ഇതിപ്പോൾ 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങി പഠനം അവസാനിപ്പിച്ച കുട്ടി വർഷങ്ങൾക്ക് ശേഷം പഠിത്തം തുടരുന്നത് പോലെയായി. അപ്പോഴേക്കും പഠന രീതികൾ മാറി, പുസ്തകം മാറി, സിലബസ് മാറി. ഇതാണ് സംഭവിച്ചത്. അതായത് കൂട്ടുകാരെ, പറഞ്ഞു വന്നത് ബഹിരാകാശ പദ്ധതികളിൽ നിക്ഷേപിക്കുന്ന വലിയ മുതൽ മുടക്ക് പ്രയോജനപ്പെടാൻ ഒരുപാട് കാത്തിരിക്കണം. 70കളിൽ ഭാരതം റോക്കറ്റ് വിക്ഷേപണം ആരംഭിച്ചപ്പോൾ വെറും പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു. അത് നമ്മുടെ സ്വന്തം ഉപഗ്രഹങ്ങളായി, കമ്മ്യൂണിക്കേഷൻ ശൃംഖലയായി ഒക്കെ വളരാനും പ്രയോജനപ്പെടാനും പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു. ഇന്ന് ഉപഗ്രഹങ്ങളില്ലെങ്കിൽ ഫോണുകൾ വർക്ക് ചെയ്യില്ല, സിനിമ കാണില്ല, ടെലിവിഷൻ കാണാൻ കഴിയില്ല, ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യില്ല, ട്രെയിനുകൾ ഓടില്ല, വിമാനങ്ങൾ പറക്കില്ല, ബാങ്കിലിട്ടിരിക്കുന്ന പണം എടുക്കാൻ കഴിയില്ല, ലോകത്തിൽ ഏതു കോണിലിരിക്കുന്നവരോടും മണിക്കൂറുകൾ സംസാരിക്കാൻ കഴിയില്ല. അതായത് ഈ ആകാശദൂതന്മാർ ഇല്ലെങ്കിൽ ഒരു നിമിഷം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വെള്ളവും വൈദ്യുതിയും പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി കഴിഞ്ഞു ഉപഗ്രഹങ്ങളും ബഹിരാകാശ ടെക്നോളജികളും. അതൊക്കെ ആയിക്കോട്ടെ, വെറുതെ മനുഷ്യനെ അയച്ച് കാശ് കളയുന്നത് എന്തിനാണ്? അതല്ലേ പ്രധാന ചോദ്യം. നോക്കൂ, മനുഷ്യനെ അയക്കുന്ന ഒരു ദൗത്യം എന്നാൽ സാധാരണ ഉപഗ്രഹങ്ങൾ അയക്കുന്നത് പോലല്ല. ആ റോക്കറ്റിനും പേടകത്തിനും സാധാരണയിൽ കവിഞ്ഞ പല മടങ്ങ് സുരക്ഷ ആവശ്യമാണ്. പേടകത്തിൽ മനുഷ്യന് സുഖമായി കഴിയാനുള്ള സാഹചര്യം വേണം. ശ്വസിക്കണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, വ്യായാമം ചെയ്യണം, വിസർജിക്കണം. ഇതിനെല്ലാം പുതിയ ടെക്നോളജികൾ ആവശ്യമാണ്. ഇങ്ങനെ വികസിപ്പിക്കുന്ന പല ടെക്നോളജികളുമാണ് നാളെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. PSLVയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മിറാജ് സ്റ്റീൽ എന്ന പ്രത്യേക ഭാരം കുറഞ്ഞ എന്നാൽ അതിശക്തമായ ഉരുക്ക് നിർമ്മിച്ചത്. ആ ടെക്നോളജി പിന്നീട് ഇൻഡസ്ട്രികൾക്ക് കൈമാറി. ഇന്ന് ഇന്ത്യൻ നേവിക്ക് വേണ്ടി അന്തർവാഹിനികളുടെ ബോഡി നിർമ്മിക്കുന്നത് L&T ആണ്. അവരതിന് ഉപയോഗിക്കുന്നത് ISRO നൽകിയ ടെക്നോളജിയാണ്. അവിടെ മാത്രമല്ല, വാഹന നിർമ്മാണം, വിമാന ഘടകങ്ങളുടെ നിർമ്മാണം തുടങ്ങി ഇന്ത്യയിലെ ഘനവ്യവസായങ്ങളിലെല്ലാം മിറാജ് സ്റ്റീൽ ഒരു അവിഭാജ്യ ഘടകമാണ്. നമ്മൾ ബഹിരാകാശ പദ്ധതികളിൽ മുതൽ മുടക്കിയില്ലായിരുന്നുവെങ്കിൽ മിറാജ് സ്റ്റീലിന് വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. അതുപോലെ മനുഷ്യദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള പേടകങ്ങളിലെ സൂക്ഷ്മമായ ഇലക്ട്രോണിക്സ്, അനുബന്ധ ഘടകങ്ങൾ ഒക്കെ നമ്മുടെ സൈബർ മേഖലയ്ക്ക് ഇന്നും വലിയ മുതൽക്കൂട്ടാണ്. നാളെ ഒരിക്കൽ മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ കോളനികൾ സ്ഥാപിക്കുമ്പോൾ അതിൽ ഭാരതത്തിൻ്റെ കയ്യൊപ്പുകൾ ചാർത്തപ്പെടണമെങ്കിൽ, അതിലൂടെ നമ്മുടെ സമൂഹത്തിന് പ്രയോജനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള ദൗത്യങ്ങളിൽ നാം ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. അത് കാണാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അത് സാരമില്ല. വെറും 35 കിലോ ഭാരമുള്ള ഉപഗ്രഹം ആദ്യമായി വിക്ഷേപിച്ചപ്പോൾ സന്തോഷിച്ച തലമുറ ഇന്നില്ലല്ലോ. പക്ഷേ അവർ നമുക്ക് വേണ്ടി ഒരുപാട് സന്തോഷിച്ചില്ലേ? അതുപോലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്കും ഇപ്പോൾ സന്തോഷിക്കാം. തൽക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഉയരുന്ന ജയ് ഹിന്ദ് വിളികൾ കേട്ട് നമുക്ക് കോരിത്തിരിക്കാം. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.